വിനേഷ് വിശ്വനാഥന്റെ സംവിധാനത്തിൽ അജു വർഗീസ്, ജോണി ആന്റണി, പിന്നെ കുറച്ച് മാസ് പിള്ളേരും കേന്ദ്ര കഥാപാത്രമായി വന്ന ചിത്രമാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ട്രെയിലറിൽ കണ്ടതുപോലെ ക്ലാസ് ലീഡർ ആകാൻ മത്സരിക്കുന്ന ശ്രീകുട്ടന്റെയും അവനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്ന അവന്റെ സുഹൃത്തുക്കളുടെയും കഥയാണ് ചിത്രം. ഈ ഒരു സിനിമയുടെ ട്രെയിലറും പോസ്റ്ററും കാണുമ്പോൾ തന്നെ അറിയാം, അല്ലെങ്കിൽ വിചാരിക്കും ഇത് പിള്ളേർക്കുള്ള പടമാണെന്ന്. എന്നാൽ അല്ലെന്ന് തന്നെ പറയാം. ഏതു പ്രായക്കാർക്കും ഒരുപോലെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു ചിത്രമാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ചിത്രത്തിലേക്ക് വന്നാൽ ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്, പഴയ ഓർമ്മകളെല്ലാം വീണ്ടും ഓർത്തെടുക്കാം. അങ്ങനെ പലതുമുണ്ട്. ചിത്രത്തിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ മനോഹരമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് കാലിലെ ചെരുപ്പുകളുടെ വരെ അവസ്ഥയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ വന്നവർക്ക് അത് കൂടുതൽ റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് പിള്ളേരുടെ കഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചിത്രത്തെ സമീപിക്കുമ്പോൾ ആ ഒരു കാര്യം ഓർമ്മയിലുണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നാം എന്തുവാ ഇതെന്ന്. ചിത്രത്തിലെ പിള്ളേരെല്ലാവരും തന്നെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് പ്രമോ ആയിട്ട് ഒരു ക്രിക്കറ്റ് കളിക്കുന്ന സീൻ അണിയറക്കാർ പുറത്തുവിട്ടിരുന്നു. ചിത്രത്തിന്റെ മെയിൻ ഹൈലൈറ്റ് ആ ഒരു ക്രിക്കറ്റ് കളി തന്നെയാണ്. കൂടെ നമ്മുടെ പൃഥ്വിരാജിന്റെ കമന്ററിയും. അജു വർഗീസിന്റെ പ്രകടനവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയായിരുന്നു. ഏത് റോളും നന്നായി ചെയ്യുന്ന ഒരു നടൻ കൂടിയാണ് അജു വർഗീസ്. അതുപോലെ നമ്മുടെ ഇല്ലുമിനാറ്റി ബിനീഷ്, സൈജു കുറുപ്പും ആ ഒരു കഥാപാത്രം മനോഹരമാക്കി എന്ന് തന്നെ പറയാം. ഒരു കൊച്ചു സിനിമയാണിത്. ഈ വീക്കെൻഡിൽ വീട്ടിലെ മക്കളെയൊക്കെ കൂട്ടി ഒരു സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ഈ ഒരു ചിത്രം നിങ്ങളെ നിരാശരാക്കില്ല. ഒത്തിരി നല്ല മുഹൂർത്തം കൂടിയുള്ള ഒരു ചിത്രം കൂടിയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കാനുള്ള വകയൊക്കെ ഒരുക്കിയാണ് സംവിധായകൻ ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയാം. ഈ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തുക. പഴയ ഓർമ്മകൾ പുതുക്കാനും കുട്ടികൾക്കൊരു നല്ല സിനിമ ആസ്വാദനം ലഭിക്കാനും സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്.